ലോക്സഭയിൽ നരേന്ദ്രമോദിയെയും ബിജെപിയെയും കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യ എന്ന ആശയം ആക്രമിക്കപ്പെട്ടെന്നും അതിന് അയോധ്യ തന്നെ ബിജെപിക്ക് മറുപടി നൽകിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നീറ്റ് ക്രമക്കേട്, അഗ്നിവീർ, മണിപ്പൂർ കർഷക അവഗണന ഉൾപ്പെടെ ഉയർത്തിയായിരുന്നു രാഹുലിന്റെ കടന്നാക്രമണം. ഭരണഘടന ഉയർത്തിയാണ് 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ട പ്രസംഗം രാഹുൽ ഗാന്ധി തുടങ്ങിയത്. പ്രതിപക്ഷ ബഹളവും ഇടപെടലുകളും വകവയ്ക്കാതെ വിഷയങ്ങൾ എണ്ണിപ്പറഞ്ഞ ആക്രമണം. ഹിന്ദുവിന്റെ പേരിൽ ബിജെപി അക്രമം നടത്തുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा 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 नफरत नफरत नफरत. ഭയം വിതച്ച മോദിക്ക് അയോധ്യ കൃത്യമായ സന്ദേശം നൽകി. തോൽക്കുമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അയോധ്യയിൽ മത്സരിക്കാനിരുന്ന മോദി പിന്മാറിയതെന്നും ഫൈസാബാദ് എംപി ആവദേശ് പ്രസാദിന് കൈകൊടുത്ത് രാഹുൽ പറഞ്ഞു. अयोध्या के गरीब लोगों को, किसानों को, मजदूरों को मंदिर के इनॉग्रेशन तक नहीं जाने दिया. मंदिर के इनॉग्रेशन छोड़ो, उसमें बाहर भी नहीं जाने दिया. और इसीलिए अयोध्या की जनता ने सही मैसेज भेजा. നീറ്റ് പരീക്ഷയെ കേന്ദ്ര സർക്കാർ വാണിജ്യവൽക്കരിച്ചു. 7 വർഷത്തിനിടെ 70 തവണ പൊതുപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്നും രാഹുൽ ഗാന്ധി. प्रोफेशनल एग्जाम्स को आपने कमर्शियल एग्जाम्स में बदल दिया है. അഗ്നിവീർ പദ്ധതിയിലൂടെ സൈന്യത്തെ വിഭജിച്ചു. അഗ്നിവീർ എന്നാൽ സൈനികരെ ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നാണ് സർക്കാരിനെന്നും രാഹുൽ ആഞ്ഞടിച്ചു. अग्निवीर यूज एंड थ्रो मजदूर है, मगर हिंदुस्तान की सरकार आम जवान की मदद करेगी. മോദിക്കും അമിത്ഷായ്ക്കും മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്നും രാഹുൽ ചോദിച്ചു. കർഷകരെ കേന്ദ്ര സർക്കാർ ഭയപ്പെടുത്തിയെന്നും തീവ്രവാദികളെന്ന് വിളിച്ചെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. നോട്ട് നിരോധനമടക്കം സൂചിപ്പിച്ച രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ ആവർത്തിച്ചു പരിഹസിച്ചു. ശിവനെയും ഗുരുനാനാക്കിനെയും യേശുക്രിസ്തുവിനുമൊപ്പം ഇസ്ലാമിക ചിഹ്നവും ഉയർത്തിയ രാഹുൽ ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്നും കൂട്ടിച്ചേർത്തു. നയപ്രഖ്യാപനത്തിലെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി കേന്ദ്രത്തിനെതിരെ വിഷയങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രതിപക്ഷ കരുത്തിന് അടിവരയിട്ടത്. മീഡിയ 1, ഡൽഹി.